മുശ്രികൾക്ക് വിശ്വാസമുണ്ടായിരുന്നു തെളിയിച്ചിട്ടില്ല. ഇതുവരെ മൂപ്പര് പറഞ്ഞ് അനുവാദമില്ലാതെ ശുഫാഅത്ത് ചെയ്യുന്ന അപ്പൊ പറയുന്നത് കാഫിറുകളാണ്. അപ്പോ അനുവാദമില്ലാതെ അള്ളാഹുവിൽ ശുപാർശ ചെയ്യുന്ന ആരാധ്യന്മാരിലാണ് ഞങ്ങൾ അവർ വിശ്വസിക്കുന്നത് ആദ്യം പറയാ. പിന്നെ മൂപ്പന്റെ പറയാ അവർ മുഴുവൻ കാഫിറുകളാണ്. പിന്നെ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നില്ല, എന്താ അർത്ഥാണ് അവർക്കുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യം ഇവിടെ തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ മുസ്ലിയാര് താടിയും തലയിക്കെട്ടിനൊന്നും പറയണ്ട, അതൊക്കെ നമുക്ക് വേറെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാണ്, അതിന്റെ ആവശ്യമല്ല. അപ്പൊ അത് അലവി സഖാവി ശ്രദ്ധിക്കണം എന്ന് പറയാണ്, നമ്മൾ ആ നിലയ്ക്ക് സംസാരിക്കേണ്ടതില്ല. പിന്നെ ദുആഇനെ സംബന്ധിച്ച് ബൈജൂരിയാണ് ഞാൻ വായിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന ഇബ്രാഹിം മുഹമ്മദ് ബൈജൂരി പറയുന്നു, വഇൻദനാ മആശിറ അഹ്ലസ് സുന്ന അന്ന ദുആ അല്ലദീ ഹുവ ത്വലബു അലാ സബീലി തളർറുഇ. നിർവചനം പറഞ്ഞില്ല എന്ന് പറയേണ്ടതില്ല. വിനയത്തോടുകൂടി ഒരു കാര്യം തേടുക, അത് അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാണ് ഇബാദത്തെന്ന് പൂർവഗാമികളൊക്കെ പറഞ്ഞ ആ നിർവചനമുണ്ടല്ലോ. ആ വിനയ പ്രകടനത്തോടു കൂടി നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലുള്ള തളർറോട് കൂടിയാണ്. അത് അഖ്സാ ഗായത്തിൽ ഖുദൂഇ വ തദല്ലുൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത് ഇബാദത്തുമാണ്. ഇബാദത്തിനെ സംബന്ധിച്ച് പൂർവഗാമികൾ പറഞ്ഞ നിർവചനത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അതാണ് അഖ്സാ ഗായത്തിൽ ഖുദൂഇ വ തദല്ലുലി, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എന്ന് പറഞ്ഞത്. ആ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമാകുന്ന ഇബാദത്ത്, അത് ദുആയാകുന്ന ഇബാദത്ത് നിങ്ങൾ ഇപ്പോൾ അവർക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ വിളിച്ചു തേടുന്നുണ്ട്. അത് ഒരുപാട് തെളിവുകൾ ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ മക്കാ മുശ്രിക്കുകളെ പോലെയാണ്, അവരെക്കാളും കടുത്ത മുശ്രിക്കുകളാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പൊ അല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല. മക്കാ മുശ്രിക്കുകളുടെ എല്ലാ വിശ്വാസവും നിങ്ങൾക്കില്ല. ചില വിശ്വാസത്തിൽ നിങ്ങൾ മക്കാ മുശ്രിക്കുകളെക്കാളും കുറച്ചുകൂടി മുന്നിലാണ്, അതിൽ യാതൊരു സംശയമല്ല. മക്കാ മുശ്രിക്കുകൾ കുടുങ്ങിയ ഘട്ടത്തിലെങ്കിലും പടച്ചോനെ വിളിച്ചിരുന്നു. അവർ കപ്പലിൽ യാത്ര ചെയ്താൽ കീഴ്വണക്കം അള്ളാഹുവിന്റെ മാത്രമാക്കി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ സന്നിഗ്ധ ഘട്ടത്തിലും വിളിക്കാതാണ് മൊയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുക. വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് എന്ന് പറഞ്ഞ് എന്താ ന്യായീകരണം എന്നറിയോ? അത് സന്നിഗ്ധ ഘട്ടത്തിലുള്ള വിളിയാണ്. അപ്പൊ വിഷമസന്ധിയിൽ അകപ്പെട്ടാൽ പോലും നിങ്ങൾ പടച്ചോനെ വിളിക്കുന്നില്ല. ആ കാര്യത്തിൽ നിങ്ങൾ മക്കാ മുശ്രിക്കുകളെക്കാളും ഒരുപടി കൂടി മുമ്പിലാണ്. പിന്നെ മക്കാ മുശ്രിക്കുകൾ ഞങ്ങൾ ചെയ്യുന്നത് ഇബാദത്താണെന്ന് സമ്മതിച്ചിരുന്നു, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ഇലാഹുകളാണെന്ന് സമ്മതിച്ചിരുന്നു. നിങ്ങളത് സമ്മതിക്കാതെ അവർ ചെയ്യുന്ന അതേ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ കാര്യത്തിലും ഇല്ല, കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല മക്കാ മുശ്രിക്കുകൾ അള്ളാഹു പരിചയപ്പെടുത്തിയ ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവാണ് സിത്താവ്, അത് ഞാൻ ആയത്തോതി. ആയത്ത് മാത്രമല്ല, വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന റാസിയുടെ തഫ്സീറും ഞാൻ അതിൽ വായിച്ചു. മുഖിറീന ബി വുജൂദിൽ ഇലാഹി എന്നുള്ളത് എന്ന് മാത്രമല്ല, അതിന് ദലീലായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒന്ന് വലയും സഹൽത്തവും മൻ ഖലഖ സമാവാതിയാണ്. മാത്രമല്ല ഇല്ലാ അന്നഹും കാനൂ യുത്ബിതൂന ലഹു ശരീകൻ ഫിൽ മഅബൂദിയത്തി, പിന്നെ അവർ ചെയ്ത ശിർക്ക് എന്താണ്? മഅബൂദിയത്തിൽ, ആരാധ്യതയിൽ അവർ അള്ളാഹുവിന് ചില പങ്കാളികളെ കൽപ്പിച്ചു എന്ന് മാത്രമല്ല, അവരെ ഹജ്ജിന്റെ തൽബിയത്ത് ഞാൻ പറഞ്ഞു, അതും റാസി എടുത്ത് ഉദ്ധരിച്ചു. ആ തൽബിയത്തിന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. തൽബിയത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പങ്കുകാർ സ്വതന്ത്ര കൈയുള്ള പങ്കുകാരല്ല, അള്ളാഹുവിന്റെ അധീനതയിലുള്ള പങ്കുകാരാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വമായുമിനു അക്സറുഹും, നിങ്ങൾ അവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇല്ലാ വഹും മുശ്രികൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ശിർക്ക് കലർന്ന വിശ്വാസം ഇന്ന് നിങ്ങൾക്കുള്ളത് പോലെ തന്നെ മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്, അതിൽ ശിർക്ക് കലർന്നിട്ടുണ്ട്. ആ ശിർക്കിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുവാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രയത്നങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് അബൂജഹലിനെ വെള്ളപൂശിയാണ്, ഉത്ബത്തിനെ വെള്ളപൂശിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷയം വഴിതിരിച്ചു വിടേണ്ടതില്ല. ഞങ്ങൾ തൗഹീദ് തെളിയിക്കുകയാണ്, ശിർക്ക് തെളിയിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉത്ബത്തും ശൈബത്തും അബൂജഹലും ഒക്കെ എന്ത് വിശ്വസിച്ചു എന്നത് പ്രസക്തമായ വിഷയമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് തളർറുഇന്റെ മാർഗത്തിലൂടെയുള്ള തലബ് തന്നെയാണ്, വിനയത്തോടു കൂടിയുള്ള സഹായാർത്ഥനയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ദുആയാണ്, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അത് ഖുർആൻ മുഫസ്സിറുകളൊക്കെ ദുആനെ സംബന്ധിച്ച് ഇസ്തിഗാസ എന്ന് അവരർത്ഥം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നടത്തിയ പ്രാർത്ഥനയെ കുറിച്ച് ഇത് തസ്തഗീസൂന റബ്ബക്കും എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, അപ്പൊ ആ ഇസ്തിഗാസ നിങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുആയാകുന്ന ഇസ്തിഗാസ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർപ്പിക്കേണ്ട കാര്യം നിങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് അർപ്പിക്കുന്നുണ്ട്. പിന്നെ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർ നടത്താൻ പാടില്ല, പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവർ നടത്താൻ പാടില്ല എന്ന് പണ്ടു കാലഘട്ടത്തിൽ നിങ്ങളും ഞങ്ങളും ഒരുപോലെ അംഗീകരിച്ചിരുന്ന വിഷയമാണ്. ഖൗലു സദീദിൽ മൂസാ മുസ്ലിയാർ എഴുതുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു
എന്നൊരു മുസ്ലിമും പറയുന്നത് കേൾക്കുവാൻ ഇടവന്നിട്ടില്ല. കൗലും സദീദ് ഞങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾ വായിക്കി, ബാക്കി ഞങ്ങൾ അപ്പം പറയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മൗലവി സാഹിബ് മൗലവിയുടെ ബാക്കിന് നേരത്തെ പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ആള് പോകുന്നുള്ള ഭീതി മൗലവിക്ക് ഉണ്ടായപ്പോ മൗലവി വീണ്ടും തിരുത്തിക്കും നിങ്ങളെ കൊണ്ട് വീണ്ടും ഞങ്ങൾ ഉറപ്പാണ്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മൗലവി സാഹിബ് ഇപ്പോഴും പ്രാർത്ഥനയുടെ മായന വിശദീകരിച്ചിട്ടില്ല. മൗലവി സാഹിബ് ആരാധനയുടെ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കണം. മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് മലയാള ഭാഷയാണ്. പ്രാർത്ഥന എന്ന പദം അതിന് യാചിച്ചു, അപേക്ഷിച്ചു, ചോദിച്ചു, ഹരജ് നൽകി, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് മാനങ്ങൾ അർത്ഥങ്ങൾ പ്രാർത്ഥന എന്ന പദത്തിനുണ്ട് മൗലവി. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആരാധനയാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഇത് ഏതർത്ഥം വെച്ചാലും ഇത് പ്രാർത്ഥിച്ചു ആരാധനയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് വിശദീകരിക്കണം. അല്ലെങ്കിൽ എപ്പോഴാണ് ആരാധനയുടെ പരിധിയിൽ പെടുക എന്ന് നിങ്ങൾ വിശദീകരിക്കണം. വെറുതെ മുഹ്യദ്ദീൻ എന്ന് പ്രാർത്ഥനയാണ് ആരാധനയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് ആരാധനയാവുകയില്ല എന്ന് മൗലവി സാഹിബ് ഓർക്കണം. അതുകൊണ്ട് തന്നെ മലയാള പദമായ പ്രാർത്ഥന എന്ന വാക്കിന് അപേക്ഷിച്ചു, യാചിച്ചു, ചോദിച്ചു വിവിധ അർത്ഥങ്ങളുണ്ട്. ഏതർത്ഥത്തിന് വെച്ചാലും, അതായത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു, ചോദിച്ചു, വിളിച്ചു എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ ശിർക്കാണ്, ആരാധനയാണ്. അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോൾ, അള്ളാഹു അല്ലാത്തവരോട് യാചിക്കുമ്പോൾ, അള്ളാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുമ്പോൾ അത് ശിർക്കാണ് എന്ന വാദം മൗലവി സാഹിബിനുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. അതേ അവസരത്തിൽ എല്ലാ ചോദ്യവും ആരാധനയല്ല എന്നാണെങ്കിൽ ആരാധനയാകുന്ന ചോദ്യം ഏത്, ആരാധനയാകുന്ന അപേക്ഷ ഏത്, ആരാധനയാകുന്ന പ്രാർത്ഥന ഏത്, ആരാധനയാകുന്ന അർത്ഥന ഏത്? മൗലവി അത് വിശദീകരിക്കണം. ഇതുവരെയും മൗലവി സാഹിബ് അത് വിശദീകരിച്ചിട്ടില്ല. മറ്റൊന്ന് പ്രാർത്ഥനയ്ക്ക് ഇബാദത്തിന് മൗലവി നിർവചനം പറഞ്ഞു. അത്തളറുൽ ബിൽ ഖുദൂഇ എന്ന് പറഞ്ഞ് മൗലവി സാഹിബ് ഒരു വ്യാഖ്യാനം പറഞ്ഞു. പിന്നെ രണ്ടാമത് തിരുത്തി പറഞ്ഞു അഖസാഖായത്തിൽ ഖുദൂഇൻ. ഏതായാലും ഞങ്ങൾ ചോദിക്കുന്നു വിനയത്തോടെ ചോദ്യം. ഈ വിനയത്തോടെ ചോദിക്കുന്നതൊക്കെ ആരാധനയാണോ? അല്ലേ? വിനയം ആരാധനയാകുമ്പോൾ അത് എപ്പോഴാണ്? വിനയത്തോടെ ചോദിക്കുന്നത് ആരാധനയാവൽ എപ്പോഴാണ്? എപ്പോഴാണ് ആരാധനയാകുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ചോദ്യമാകുന്നത്? മൗലവി വ്യക്തമാക്കണം. കാരണം എന്താന്ന് വെച്ചാൽ വിനയത്തോടെ ഒരു ഗുരുവിനോട് ശിഷ്യൻ വളരെ വിനയത്തോടെ ചോദിക്കും, അത് ആരാധനയാകുമോ? നിങ്ങൾ പറഞ്ഞ നിർവചനം അനുസരിച്ച് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആരാധനയാകുന്നത്? അപ്പൊ എത്ര രൂപത്തിൽ ഏത് വിനയമാണ് ആരാധനയാകുന്ന വിനയം? ഏത് ചോദ്യമാണ് ആരാധനയാവുന്ന വിനയം? മൗലവി സാഹിബ് അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും വ്യക്തമാക്കണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മൗലവി ഇതുവരെ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന നിങ്ങളുടെ വാദം ഖണ്ഡിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ 2 സൂക്തം ഞാൻ ഓതി. നിങ്ങളുടെ 2 പരിഭാഷകളിൽ അർത്ഥവും പറഞ്ഞു. അമാനി മൗലവിയും ഉമർ മൗലവിയും അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്ന് സ്ഥാപിച്ചത് ഞാൻ പറഞ്ഞു. മൗലവി സാഹിബ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾക്ക് ഒരൊറ്റ സൂക്തവും ലഭ്യമാവുകയില്ല. അള്ളാഹു പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു വിഭാഗത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കാനായിരുന്നു മൗലവി സാഹിബ്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് മുഹമ്മദ് നബിയോട് ചെയ്യുന്ന അക്രമമാണ്, അനീതിയാണ്. പരിശുദ്ധ ഖുർആനോട് ചെയ്യുന്ന അനീതിയാണ്. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ അതുപോലെ തന്നെ വമായൂമിനു അക്സറും ഇല്ലാ വഹും മുശ്രികൂൻ. ഈ ആയത്തിന്റെ നിർവചനം ഞാൻ പറഞ്ഞു, ഈ ആയത്തിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, വിശദീകരണം ഞാൻ പറഞ്ഞു. ദൈവിക സഭയിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ചെറിയ ദൈവം, വലിയ ദൈവം, ഇങ്ങനെയുള്ള ഒരു വലിയ ദൈവമായിട്ടാണ് അവർ അള്ളാഹുവിനെ കണ്ടിരുന്നത്. മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹു അങ്ങനെയല്ല മൗലവി സാഹിബേ. മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹു കുട്ടി ദൈവങ്ങളുടെ നേതാവായ വലിയ ദൈവമല്ല മൗലവി സാഹിബേ. അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യത്തിന് ഇതുവരെയും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. എപ്പോഴാണ് ആരാധനയാകുന്ന പ്രാർത്ഥനയാവുക? ഒന്നാമത്തെ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഇബാദത്ത് എന്താണ്? അത് വിനയം പ്രകടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ഗുരു ശിഷ്യനോട് ചോദിക്കുമ്പോഴും വിനയമുണ്ട്. എപ്പോഴാണ് ആരാധനയാകുന്ന വിനയമാവുക? നിങ്ങളത് വ്യക്തമാക്കണം. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല.
മുഹമ്മദ് നബി പഠിപ്പിച്ച അള്ളാഹുവിൽ വിശ്വാസമില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസുകൾ പഠിപ്പിക്കുന്നു, ഒട്ടേറെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു, മുജാഹിദുകളുടെ അമാനി മൗലവിയും ഉമർ മൗലവിയും പഠിപ്പിക്കുന്നു. നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം.